ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു വ്ളോഗുമായിട്ട് ഒരു ഈവനിങ് വ്ളോഗാട്ടോ. അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വന്നിരിക്കുകയാണ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഇന്നൊരു നമുക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഞാനും ആദ്യമായിട്ട് വെക്കാൻ പോവാട്ടോ. ഓൾറെഡി പലതവണ കഴിച്ചിട്ടുണ്ട്, പക്ഷെ വെക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ എന്താ നമ്മുടെ താഴെ മദീനെ പോയിട്ട് നമ്മുടെ ക്രാബ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞണ്ട് പല പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഞാൻ വെച്ചിട്ടില്ല വീട്ടിൽ ഇതുവരെ. ഞങ്ങളുടെ വീട്ടുകളിലൊന്നും ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ഞണ്ട് കറി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല, അച്ഛൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടില്ല, കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ചു, ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് എൻ്റേതായ രീതിയിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഒരു റോസ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ 1 കിലോ, കറക്റ്റ് 1 കിലോ കേട്ടോ. ഒത്തിരി വലുതല്ല എന്നാൽ ചെറുതുമല്ലാത്ത ഒരു മീഡിയം സൈസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളങ്ങനെ വാങ്ങിച്ച് പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷേ ഇത് ഫുള്ളായിട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് 2ആയിട്ട് മുറിച്ചിട്ട് കളഞ്ഞേട്ടാ. അപ്പോൾ അതെനിക്കൊരു സങ്കടമായിപ്പോയി, ഇതിനെ മുഴുവനായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ എന്നൊരു സങ്കടം. അപ്പോൾ ഇതാ കണ്ടില്ല, ഇങ്ങനെയാണ് ഈ ഒരു സൈസാട്ടോ. അത് നടുവേ മുറിച്ച് വിട്ടു. അപ്പോൾ അവർ ഓൾറെഡി ക്ലീൻ ചെയ്താട്ടോ തന്നത്. പിന്നെ ഞാൻ നല്ലപോലെ വൃത്തിക്ക് കഴുകിയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കഴുകിയത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കഴുകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെയൊക്കെ 4-5 പ്രാവശ്യം നല്ലപോലെ തന്നെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് മഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞു. ഇപ്പം നല്ല വെളുത്ത് കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കാതെ നമ്മുടെ ഈ ഞണ്ടിനെ നമുക്ക് റോസ്റ്റ് ആക്കി എടുക്കാം. ഞണ്ട് റോസ്റ്റ് വെക്കാനുള്ള സാധന ജംഗമ വസ്തുക്കളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കരിവേപ്പിലയും പച്ചമുളകും സവോളയും എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കൈ കിട്ടിയത് മൊത്തം വാരി വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാത്തിനും ഒന്ന് ചതച്ച് അരിഞ്ഞുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇത് ഷാപ്പിൽ നിന്നേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. നാട്ടിൽ നിന്ന് ഷാപ്പിൽ നിന്നാണ് കഴിച്ചത്. നമ്മുടെ ആലപ്പുഴ ഗരുഡാഗിരി അല്ലേ, യെസ് ഗരുഡാഗിരി. അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്ത് ഒരു കരിമ്പിൻകാല എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കഴിച്ചിട്ടുള്ളത് നമ്മുടെ റാസൽ കൈമേൽ ഈ ഒരു ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് റീൽസിൽ പൊക്കോണ്ടിരുന്ന ഒരു ആനവണ്ടി കള്ള് ഷാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ റാസൽ കൈമേൽ ഒരു ഷാപ്പുണ്ട്. അപ്പോൾ അവിടെയും ഈ കഴിഞ്ഞ പ്രാവശ്യം പോയി നമ്മൾ ഞണ്ട് റോസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇത് കഴിക്കാനുള്ളൊരു ചിലർക്കൊന്നും ഇത് കഴിക്കാൻ ചിലപ്പോൾ അറിഞ്ഞുകൂടായിരിക്കും. അതിൻ്റെ തോടൊക്കെ എനിക്കും അത്ര എക്സാക്റ്റ് ഒന്നും അറിഞ്ഞുകൂടാ. ഇത് പക്ക ക്ലിയറായിട്ട് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് വേസ്റ്റൊക്കെ അതിനകത്ത് എക്സ്ട്രാ പോവും. അതായത് മാംസങ്ങളൊക്കെ വേസ്റ്റിനകത്ത് കൂടുതൽ പോകാറുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ചിലപ്പം. പക്ഷേ എന്നാലും ഞാൻ മാക്സിമം എന്നെ കൊണ്ട് ട്രൈ ചെയ്ത് അകത്തുനിന്ന് എല്ലാം ഞുള്ളി പറിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിൻ്റെ ദശയ്ക്ക് അല്ലേ. അപ്പം അങ്ങനെ ഇവിടെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടപ്പോൾ പിന്നെ ഇവനും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം വീട്ടിൽ. ഞാനതിൽ ആ ചെറുക്കനോട് ചോദിച്ചു, ഇത് ക്ലീൻ ചെയ്തല്ലോ അല്ലേ, ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, നമ്മൾ ഈ പ്രോൺസ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്നൊരു വള്ളിയൊക്കെ എടുത്ത് കളയണം എന്നൊക്കെ പറയുമല്ലോ. എന്ന് പറഞ്ഞാൽ ഇനി ഇതിനകത്തുനിന്ന് ഇനി വല്ലതും എടുത്ത് കളയാനാണ്. അപ്പം പറഞ്ഞു ഒന്നും കൊണ്ടും പേടിക്കേണ്ട ചേച്ചി, നല്ലപോലെ കഴുകി എടുത്താൽ മതി, അതിൻ്റെ കളയാനുള്ളതെല്ലാം ഞങ്ങൾ കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ക്ലീനൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടായിരിക്കുകയെന്ന്. എടുത്ത കഷ്ണങ്ങളൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ നല്ല അരിച്ചിലിൻ്റെ സ്കില്ലൊക്കെ നിങ്ങൾ കണ്ടോ കേട്ടോ. സവോളൊക്കെ വെട്ടി മുറിച്ച് കഷ്ണമാക്കി എടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് ഒരു ഇച്ചിരി വലിപ്പം കൂടുതലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും വയറ്റിയെടുക്കാനുള്ളതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടേ വലിയ മുട്ടൻ കഷ്ണമായിട്ടൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും ഓർത്തി ഞാൻ എന്തേ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ചെറുപുറാന്നൊക്കെ അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ അരിയാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ കറക്റ്റ് സൈസിൽ പോകത്തൊന്നുമില്ല, ചിലപ്പോൾ വലിയ സൈസായിട്ടൊക്കെ മാറിപ്പോവും. എന്നാലും അങ്ങനെ അരിഞ്ഞു വിടാൻ നല്ല രസമാണ് കേട്ടോ. അത് നല്ല കുറച്ചും കൂടെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു നല്ലൊരു രീതിക്ക് ചിലപ്പോൾ നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്കിനിപ്പോൾ പെട്ടപ്പെടയെന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ പാത്രം വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉലുവയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ടാണ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ സവോളയും പച്ചമുളകും കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. വഴറ്റിയെടുക്കാന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് നൈസായിട്ട് നല്ല കുഴഞ്ഞ് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ അടച്ചൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് നല്ല പോലെ നമുക്കിത് വഴറ്റി കിട്ടും കേട്ടോ.
അപ്പോൾ ഇത് കുറച്ചൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി. നല്ല സൂപ്പറായിട്ട് ഇത് വഴണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊക്കെ കുറച്ച് നേരം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ആവി കയറി എടുക്കുമ്പോഴത്തേന് നല്ല അടിപൊളിയായിട്ട് തക്കാളി സവാള എല്ലാം നല്ലപോലെ വഴണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ വഴലുന്ന സമയത്ത് ഞാൻ 4 മണിക്ക് ചുമ്മാ ഒരു അപ്പം ഉണ്ടാക്കിയത് കേട്ടോ. നമ്മൾ വട്ടയപ്പം അല്ല, എന്താ പറയുക, കുമ്പിളയിലെ നാട്ടിൽ നിന്ന് കൊണ്ടൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുമ്പിള് കുത്തിയല്ല, ഞാൻ വെറുതെ സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് കുറച്ച് എന്താ പറയുക, നമ്മുടെ ഗോതമ്പൊടിയൊക്കെ ഇട്ടിട്ടേ ശർക്കരയൊക്കെ ഇട്ടിട്ട് പഴമൊക്കെ ഇട്ടിട്ട് ചുമ്മാ നമ്മൾ വട്ടയപ്പം പുഴുങ്ങിയെടുക്കത്തില്ലേ, അതുപോലെ പക്ഷെ കുമ്പിളയിലെ ഇട്ടിട്ട് ചെയ്താട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു ഗൈസ്. അപ്പോൾ തക്കാളി സവോള എല്ലാം നല്ല പോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, അതുപോലെ തന്നെ നമ്മുടെ ഗരം മസാല, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി കേട്ടോ. മറ്റ് നമ്മൾ മീറ്റ് മസാല അങ്ങനത്തെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഒരു പൊടികൾ മാത്രമാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മുടെ പെരുംജീരകം പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിതിൽ സ്കിപ്പായിപ്പോയി. അതൊന്ന് എടുക്കാഞ്ഞതാണോ ഓൺ ആവാഞ്ഞാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ കൂട്ടത്തിലല്ല ചേർക്കുന്നത്. ഈ മസാല ഒന്ന് മൂത്തതിന് ശേഷം ക്രാബും കൂടി ഇട്ടതിന് ശേഷം കേട്ടോ ഞാൻ പെരുംജീരകം ഇടുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഓർത്തപ്പം അങ്ങ് പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ പെരുംജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഇത് മസാലയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ക്രാബ് ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് അടച്ചു വെക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് മതി. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ ഇത് നല്ലപോലെ വെന്ത് നല്ല സൂപ്പറായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചാറ് കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് വൈകിട്ട് പൊറോട്ടയുടെ കൂടെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ ഇതൊന്നും അത്ര പറ്റിച്ചെടുക്കുന്നില്ല, കുറച്ചൊന്ന് ഗ്രേവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കുന്നൊക്കെ വീഡിയോ കാണിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാനതൊക്കെ അങ്ങ് മറന്നുപോയി ഗൈസ്. അപ്പം നല്ല ഗ്രേവി ആയിരുന്നു, ദശയൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. എന്തായാലും നമുക്കിനി ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്യാം. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു, അച്ചാച്ചനും സൽമോനും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.